ഹലോ, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടപ്പോൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടാതായപ്പോൾ അങ്ങനെ ചടച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെയും തോന്നേണ്ട അപ്പോൾ തന്നെ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ ഇല്ലേ വീഡിയോ എടുക്കണേ അതൊക്കെ കേടിരുത്തിയിട്ടാ. അപ്പോൾ ഉള്ള കോലത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചായക്കടി എന്തുണ്ടാക്കും എന്നുള്ള പരിപാടിയില്ല, വൈകുന്നേരത്തെ പരിപാടി കേട്ടോ. ആ വീഡിയോ എടുക്കേണ്ടതൊക്കെ സ്റ്റാരി വെച്ചിട്ടാട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഈ തേങ്ങ ഒരു കയ്യിൽ ഫോണായി പിടിച്ച് കണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തോ ഒരു മൂഡില്ല, അപ്പോൾ അത് നിർത്തിയതാണ്. അപ്പോൾ ഒന്ന് പുകടല്ലേ അതുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിനാണ് ഈ തേങ്ങ ഒക്കെ ചിരണ്ടി എടുക്കുന്നത് കേട്ടോ. പുകട പറയുമ്പോൾ ചിലവരതിൽ ഔലൊക്കെ ഇടും തോന്നണേ. അപ്പോൾ എനിക്ക് തേങ്ങയും പഞ്ചാരയും മാത്രം ഇട്ട് കണ്ടിട്ട് ഇഷ്ടമായത്. ചക്കര ഇട്ടാലും രസം തന്നെയാണ്. അപ്പോൾ അതിനുള്ള മൈദപ്പൊടിയും പിന്നെ ഇത് തിളച്ച വെള്ളത്തിലാണോ മാവ് ശരിയാക്കലെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയണ കോലത്തിൽ ഇങ്ങനെ ചെയ്യുക, ചെറിയ ചൂടാക്കിയാണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിരുന്നതൊക്കെ ഡ്രോയിങ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ ഓരോ വീഡിയോ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഓരോ നേരം ഓരോന്നും ഇങ്ങനെ തോന്നുക. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ അതൊക്കെ കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ സംഭവം ഇതിൻ്റെ മറ്റേ അച്ചക്കല്ലേ ആ സംഗതികളൊന്നും ഇതിൻ്റെയൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വേറെ മോഡലാട്ടോ ചെയ്തെടുക്കുന്നുണ്ട്. അച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ കുറേ മാവ് നമുക്ക് ബാലൻസ് ആയിങ്ങാണ്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ആ പ്രശ്നമൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കാണണം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം എന്നും ഇതേമാതിരി കടികളൊന്നും പൊരിയും കരിയായിട്ടൊന്നും ഉണ്ടാക്കില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ ഓരോ മൂടാണ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാനും തോന്നില്ല. അപ്പോൾ എന്തെങ്കിലും ബേക്കറി അങ്ങനെയൊക്കെ ആയിട്ടേക്കാരം. അപ്പം ഇനി മുതൽ ഓരോ ഇതേമാതിരത്തെ നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ ഇതേമാതിരത്തൊക്കെ ഒരു പണിയാളല്ലേ നമുക്കുള്ളത്, വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിക്കാരം ഇനിയുള്ള വീഡിയോസിലൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ മാവുകളൊക്കെ എന്ന് പറയുന്നുണ്ട്, ഉരുളകളൊക്കെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പരത്തിയിട്ട് ഓവർ പരത്തിങ്ങാണ്ട് അതിൻ്റെ കട്ടി കുറയ്ക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മണങ്ങ് പൊരിച്ചുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ പുറത്ത് ചാടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടി പരത്തിയാണ്ട് ശരിക്കും കാണില്ല, സ്റ്റാൻഡിലായിട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കേട്ടോ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ അതാണ് ശരിയാവാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആക്കണുണ്ടാവും ഒരു മൂലക്കൊന്ന് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. ആ കോണായി വരുന്ന ഭാഗം വീണ്ടും മടക്കിയാണ്ട് അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ. അച്ചില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കൂടി സുഖം ഇതാണെന്ന് തോന്നുന്നത്. നമ്മളെന്നാൽ കണക്കിന് ആ പൊടി ഫുള്ള് കറക്റ്റായി വരും. ഇത് നമ്മൾ എത്ര മാവ് എത്ര ഉണ്ടാക്കണമെന്നും അറിയില്ല, അങ്ങനെ ഏറി വരും കേട്ടോ മറ്റേ അച്ചും വെച്ചുണ്ടാക്കുമ്പോൾ. അപ്പം അങ്ങനെ ഇതേമാതിരി ഓരോന്ന് ചെയ്യുക. ഇതുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മോന് വന്നിട്ടാ വലിയവന് ഓന് ചെയ്യാന്ന് കുറേ തിരക്ക് കൂടിയിട്ടാണ് സമ്മതിച്ചത്. അപ്പം ഇന്നെങ്ങനെ സോപ്പിടാൻ വേണ്ടി ഓൻ പറയാം ഞാൻ വലുതാവുമ്പോൾ പണിയൊക്കെ എടുത്തരുവേണ്ടി പറഞ്ഞപ്പോൾ ചെയ്തു തരണ്ടേന്ന്. മക്കളെ കൊണ്ട് ഇങ്ങനെ തീരെ ഓര് ചോദിച്ച് വരുമ്പോഴൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കണ കേട്ടോ നല്ലത്. എനിക്കതാ തോന്നിയത്. ആൺകുട്ടികളായാലും ഓലും കുറച്ചൊക്കെ ചെയ്ത് ഓല് കണ്ട് പഠിച്ചട്ടെ. അപ്പോൾ ഒരാൾ വന്നപ്പോൾ മറ്റാളും വന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഓനെ കൊണ്ടാണ് ഈ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. ഞാനങ്ങനെ കാണലുണ്ട് കേട്ടോ യൂട്യൂബിൽ ഇങ്ങനത്തെ ഓരോരുത്തരെ
ഇങ്ങനെ ഒരാളിങ്ങനെ ഓരോ പണികൾ എടുക്കണമൊക്കെ ചെയ്യണത് കാണാൻ ഇഷ്ടമാട്ടോ എനിക്ക്. ഞാനിങ്ങനത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഓരോന്ന് മടക്കി എടുത്തുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഉള്ളതും ഞാൻ ചെയ്ത് കഴിഞ്ഞ് വെച്ചതാണിത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇത് പൊരിച്ച എണ്ണ തന്നെ കേട്ടോ. ഞാൻ എൻ്റെ തലേ ദിവസം എന്തോ പൊരിച്ചുകൊണ്ട് ഓർമ്മയില്ല. ഇപ്പോൾ കുറേ ആയി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് വോയിസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഓർമ്മയില്ലാത്തത്. എന്തോ പൊരിച്ചുകൊണ്ട് അങ്ങനെ വെച്ചതേന്ന്. അപ്പോൾ ആ എണ്ണ തന്നെ എടുത്തുകൊണ്ടാണ് പൊരിച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലിട്ടപ്പോൾ കണ്ട് വീർത്ത് വരുന്നേ. അതെന്താവും, അങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വീഡിയോ എടുക്കണേ ശരിയാവണില്ല. അതാ വീർത്ത് കണ്ട് വന്നിക്കണേ. അതെന്താന്നാവും. അപ്പോൾ ഞാൻ എല്ലതും മുഴുവനായിട്ട് ഇതേമാതിരി സെക്കൻഡ് ട്രിപ്പ് ഉണ്ട്, ഒരു ട്രിപ്പും കൂടി ഇട്ടുകൊണ്ട് മുഴുവൻ പൊരിച്ചെടുത്തേക്കണേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ച് അതൊക്കെ തന്നെ കേട്ടോ. വൈകുന്നേരത്തെ ചില ദിവസങ്ങളിൽ ഇതേമാതിരി കടി ഉണ്ടാക്കണൊക്കെ ടൈമിൽ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.